ദിലീപ് മോഹൻലാൽ കോമ്പോണിച്ച ധനഞ്ജയ ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം ഗോകുലം മൂവീസ്. ബബ്ബബ എന്ന സിനിമയുടെ ആദ്യത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാനൊരു ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരു രക്ഷയില്ല. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ പോലെ കഥ, ലോജിക്ക് ഇതൊക്കെ നോക്കി പോകുന്നവനാണെങ്കിൽ ചിത്രം കാണാൻ പോകണ്ട. പിന്നെ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നവന് നിശ്ചയമായിട്ടും ഈ ചിത്രം പോയി കാണും. കാരണം അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാടുകയാണ്. തൂക്കി എന്നൊക്കെ പറയത്തില്ലേ, ആ ലെവൽ സാധനം. പ്രത്യേകിച്ച് ക്രിസ്മസിന്, വെക്കേഷന് ആഘോഷിക്കാൻ പറ്റിയ സാധനം ദിലീപ്. പിന്നെ ലാലേട്ടൻ ഒരു രക്ഷയില്ലടി. 10-15 മിനിറ്റേ ഉള്ളെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ ഒരു പാക്കേജ് പോലെ തിരിച്ചു വന്നത്. ഓരോ സീനിലും ഓരോ ഡയലോഗിലും ആരാധകർ എന്താവശ്യപ്പെടുന്നു ആ സാധനമാണ് തിരിച്ചു കൊടുക്കുന്നത്. പിന്നെ രക്ഷയില്ല, തിയേറ്ററിനങ്ങ് ഇളക്കി മറിയുകയാണ്. നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നു തിയേറ്റർ കുലുങ്ങുമെന്ന്. ഇതാണ് തിയേറ്റർ കുലുങ്ങുന്നത്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ലാലേട്ടൻ പൊളിച്ചു എന്ന് പറഞ്ഞാൽ മതി. ആദ്യത്തെ ഹാഫ് മൊത്തം ദിലീപിൻ്റെ ഒരു മാജിക് എന്ന് പറയാം. ഇതിൻ്റെ കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ കഥയൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒരു അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രാന്തമായ ഒരു ആവേശത്തിൽ തിമിർക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ദിലീപ് കൊടുക്കേണ്ടവർക്കെല്ലാം കൃത്യമായിട്ട് ഡയലോഗായാലും ആക്ഷനായാലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഒരു ഇൻ്റർവ്യൂവിനൊന്നും പങ്കെടുക്കണ്ട, കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. കൊടുക്കേണ്ടവർക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന് അയാളുടെ മനസ്സിൽ കിടന്ന സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് ദിലീപ് തന്നെയാണോ ഇതിൻ്റെ ഡയലോഗൊക്കെ എഴുതിയതെന്ന് തോന്നിപ്പോകും. അത് കൃത്യമായിട്ട് കിട്ടേണ്ടവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു. ദിലീപിൻ്റെ അഴിഞ്ഞാട്ടമാണ്. പിന്നെ വിനീത്, ധ്യാനൊക്കെ കുറച്ച് കഴിഞ്ഞാണ് വരുന്നത്. വിനീതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഇതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ കഥ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആഘോഷിക്കാം. 2-2.5 മണിക്കൂർ അങ്ങ് തിമിർക്കാം, ആഘോഷിക്കാം. കൈയടിച്ച് അങ്ങ് തിമിർക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. പിന്നെ അതെന്താണ്, ഇതെന്താണ്, മറ്റേതെന്താണെന്നൊന്നും ആലോചിച്ചിരിക്കുക വേണ്ട. പിന്നെ ധനഞ്ജയ ശങ്കർ സംവിധായകനെ നമുക്ക് എടുത്തു പറയണം. കാരണം ഒരു വെക്കേഷൻ മൂഡ് പടമാണ്. അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയുന്നത് ഇത് അഴിഞ്ഞാടുകയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ്, പിന്നെ ഇൻ്റർവെൽ പഞ്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സെക്കൻഡ് ഹാഫ് നമ്മുടെ കാത്തിരുന്ന് ലാലേട്ടൻ എത്തിക്കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ ലാലേട്ടൻ മാജിക്കാണ്. പിന്നെ ദിലീപൊക്കെ ഒരു വശത്തോട്ട് മാറിയിരിക്കും മക്കളെ എന്ന് പറയുന്ന അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സംവിധായകൻ ധനഞ്ജയ ശങ്കർ കൃത്യമായിട്ട് ലാലേട്ടൻ ആരാധകർക്ക് എന്ത് വേണോ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡാൻസ് സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അമ്മ, ഈ പ്രായത്തിൽ ഇങ്ങനെ തകർക്കാൻ വേറെ ആരും ഇല്ല എന്ന് തെളിയിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ അത് നമ്മൾ കണ്ടിരുന്നു പോകും, നോക്കിയിരുന്നു പോകും. പിന്നെ ലാലേട്ടൻ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇതെല്ലാം മറന്നേക്കൂ എന്നുള്ള അവസ്ഥയാണ്. പുള്ളി പൊളിച്ചു തിമിർത്തു, എന്ത് പറഞ്ഞാലും മതിയാകില്ല. പിന്നെ ഈ പടത്തിൻ്റെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കംപ്ലീറ്റ് ഒരു പാക്കേജ്. കാരണം കോമഡിക്കും ആക്ഷനും ഡയലോഗിനും എല്ലാം കൃത്യമായിട്ട് സ്പേസ് കൊടുത്ത് എങ്ങനെ ഒരു സിനിമ എടുക്കണമെന്ന് കാണിച്ചത്. എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ കഥയൊന്നുമില്ല, ലോജിക്കില്ല. ഇതൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ യാതൊരു കുന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ യാതൊരു അന്ത്യവുമില്ല. തിമിർക്കാം, തിയേറ്ററിൽ പോയിരുന്നു. ഇതാണ് ഈ ചിത്രത്തിൻ്റെ അവസ്ഥ. എനിക്ക് തോന്നുന്നു എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ചിത്രമായിട്ട് ഇത് 100 കോടിയൊക്കെ നിഷ്പ്രയാസം കിടക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കേട്ടോ. പിന്നെ ദിലീപിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇത് ദിലീപ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ, അതുകൊണ്ടാണ് കൃത്യമായിട്ട് ലാലേട്ടനെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് 100% പറയാം. കാരണം ലാലേട്ടൻ്റെ ചിറകിൽ ദിലീപ് മറക്കുമെന്ന് 100% ഉറപ്പാണ്. ഇത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഞാൻ പറഞ്ഞില്ലയോ, കൈയടിക്കാൻ ആവശ്യത്തിനുണ്ട്, വാരി തിമിർക്കാനും അഴിഞ്ഞാടാനൊക്കെ ആവശ്യത്തിനുണ്ട്. ഈ
നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് ഇതാണ് മോനെ, അഴിഞ്ഞാട്ടം. തിമിർക്കാം കേട്ടോ, തിയേറ്ററിൽ പോയി ഇരുന്ന് തിമിർക്കാൻ പറ്റിയ സാധനമാണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല. നമ്മുടെ സംവിധാനം, ഞാൻ കഥയോ തിരക്കഥയോ ഇതിൻ്റെ മ്യൂസിക്കോ ഇതൊന്നും നോക്കുന്നില്ല. കാരണം നമുക്കൊരു കംപ്ലീറ്റ് പാക്കേജ്, ഇതൊന്നും ബ്രില്യൻറ്റോ എന്നൊന്നും പറയാനില്ല. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു പടം കാണാൻ പോകുമ്പോൾ മനസ്സ് നിറഞ്ഞ് ആഹ്ലാദിക്കുക. ഇതെനിക്ക് തോന്നുന്നു ചിത്രം കാണാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ചിത്രമാണെന്ന് നേരത്തെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ശരിവെക്കുന്ന സാധനം തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നിശ്ചയമായിട്ട് ഞാൻ പറഞ്ഞ് നേരത്തെ തന്നെ പറയുന്നു, കഥ ലോജിക്കൊക്കെ നോക്കി പോകുന്നവരാണെങ്കിൽ അങ്ങോട്ട് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. ഇതൊന്നും നോക്കാതെ തിയേറ്ററിൽ പോയി അടിച്ച് തീർക്കാനാണെങ്കിൽ കൃത്യമായിട്ട് പോക്കോ, ഒരു രക്ഷയില്ലാത്ത സാധനം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.